വെൽക്കം ടു എൻജി വ്ളോഗ്സ്. ഞാനും ഉണ്ട്. ഈ സെലിബ്രേറ്റിംഗ് നിങ്ങൾക്ക് അറിയാമോ ഗൈസ്? ആരെങ്കിലും ഒന്ന് അറിയാമെങ്കിൽ കമന്റ് ചെയ്യണം. നമ്മളിന്ന് എങ്ങോട്ടാ പോകുന്നത് കേച്ചു? നമ്മളിങ്ങോട്ടാ പോകുന്നത് നമ്മളിന്ന് ഫേമസ് ആയിട്ടുള്ള ഉയരെ ഉയരെ സോങ് എടുത്ത ഇടത്തേക്ക് ബേക്കൽ ഫോർട്ട്. ബേക്കൽ ഫോർട്ട് ഏടാന്ന് അറിയാം എനിക്ക്? ഇല്ല, രാവിലെ കണ്ടിട്ടേ ഇല്ലല്ലോ. നീ കണ്ടിട്ടുണ്ടാവും, വെയിലത്ത് പോയി നീ ബേക്കൽ ഫോർട്ട് കണ്ടിട്ടുണ്ടാവും, പക്ഷെ നീ മഴയത്ത് പോയി ബേക്കൽ ഫോർട്ട് കണ്ടിട്ടുണ്ടാവും. അത് ശരിയാ. നമ്മൾ ഇത്ര കാലമായിട്ട് ബേക്കൽ ഫോർട്ടിൽ പോയിട്ട് നമ്മൾ ഉയരെ ഉയരെ സോങ് എടുത്ത പ്ലേസ് നീ കണ്ടിരാ? ഇല്ല, നമ്മൾ ഇന്നത് കണ്ടുപിടിക്കാം. യെസ്, ഇന്ന് നമ്മളത് കാണും. ആ ഗ്രീനറിയും ആ ഫോട്ടോയും ഒരുമിച്ചുള്ളത് കാണാൻ വേണ്ടിട്ടാണ് നമ്മ ഈ മഴയത്ത് ബേക്കൽ ഫോർട്ട് പോകുന്നത് അല്ലേ? ഞാൻ മോളെ അങ്ങനെ ഹോട്ട് സീറ്റിൽ നന്ദന എന്നെയും കൊണ്ട് പോകുന്ന ഐശ്വര. അവിടെ കൊറേ ആൾക്കൂട്ടം കാണുന്നുണ്ട്. ഒന്നും സംഭവിച്ചത് അടിയാമ്പുല ഒരു ആക്സിഡന്റ്. വഴിയരികിൽ കണ്ടതാണ് ആക്സിഡന്റ് പറ്റി കുറേ ആൾക്കാർ ചർച്ച ചെയ്യുന്നത്. സോ ഗൈസ്, ബി കെയർഫുൾ ഇൻ റെയിനി സീസൺ. വഴിയരികെ കണ്ടപ്പം വന്നതാണ് കേട്ടാ, മാമനോടൊന്നും തോന്നല്ലേ. കാസർഗോഡ് ജില്ലയുടെ പ്രധാന ആകർഷണങ്ങളിലൊന്നായ ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് കാഞ്ഞങ്ങാട് ടൗണിൽ നിന്നും 10 കിലോമീറ്റർ മാറിയാണ്. ദൂരസ്ഥലങ്ങളിൽ നിന്നും എത്തുന്നവർക്ക് കാഞ്ഞങ്ങാടിൽ നിന്നും ലോക്കൽ ബസ്സുകളിലും അല്ലെങ്കിൽ ലോക്കൽ ട്രെയിൻ വഴി ബേക്കൽ കോട്ടയുടെ മുന്നിൽ തന്നെ ഇറങ്ങാം. AD 1650 ശിവപ്പ നായിക്കാണ് കോട്ട പണികഴിപ്പിച്ചിരിക്കുന്നത്. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ പതനത്തിന് ശേഷം നായ്ക്കർക്ക് നിരവധി ശത്രുക്കൾ ഉണ്ടായിരുന്നു. ആയതിനാൽ ശത്രുക്കളുടെ കടന്നുകയറ്റം തടയുന്നതിന് കോട്ട അനിവാര്യമായിരുന്നു. കടലുമായി ഇഴകിച്ചേർന്നു നിൽക്കുന്ന നിർമ്മിതി, കടലിൽ നിന്നും ഉയർന്നു വരുന്ന പോലുള്ള ഘടന, താക്കോൽദ്വാര സമാനമായ കോട്ടയുടെ മധ്യത്തിൽ വലിയ നിരീക്ഷണ ഗോപുരവുമുണ്ട്. ഇത് തന്നെയാണ് കോട്ടയുടെ പ്രധാന ആകർഷണവും. മറ്റു കോട്ടകൾ പോലെ കൊട്ടാരങ്ങളോ മാളികകളോ അവശേഷിപ്പുകളോ ഇവിടെ കണ്ടെത്താനായിട്ടില്ല. അതിനർത്ഥം തികച്ചും സൈനികാവശ്യത്തിനുള്ള ഒരു നിർമ്മിതിയായിരുന്നു ബേക്കൽ കോട്ട. പ്രധാന കവാടം കഴിഞ്ഞ് നമ്മൾ നേരെ എത്തുന്നത് മുഖ്യപ്രാണായ ക്ഷേത്രത്തിലേക്കാണ്. കോട്ടയോട് അടുപ്പിച്ച് തന്നെ പണികഴിപ്പിച്ച ക്ഷേത്രത്തിൽ വച്ചായിരിക്കണം സൈനികരും മറ്റും പ്രാർത്ഥന നടത്തിയിരുന്നത്. എല്ലാവരും പോയിട്ട് പോവാം. ഒരു കുടയും രണ്ടാളും നല്ല കാറ്റും മഴയും. അതാ നല്ലത് അല്ലേ? അതാ നല്ലത് തോന്നിട്ടാ. നമ്മൾ കുട നല്ല കാറ്റുണ്ട്, നല്ല രസമുണ്ട് സംഭവം. നല്ലൊരു കുളിരുന്ന നമ്മുടെ വരുമ്പോണ്ടല്ലോ ഈ സെറ്റപ്പ് ഒന്നും ഉണ്ടായില്ല കേട്ടോ. ഇതിപ്പാക്കിയെന്ന് തോന്നി വഴിയല്ലോ. ഞാൻ ലാസ്റ്റ് വന്നപ്പോ ഈ സംഭവം ഉണ്ടായില്ല. അതന്നെ ഈ ബ്രൗൺ കളർ വന്നിട്ടാ ആ കല്ലിന്റെ കളർ. എന്റെ മോനെ തോറ്റു പോകുന്നു കല്ല് കണ്ടിട്ട്. ശരിക്കും കോട്ടയിൽ പോയവർ ഈ തുരങ്കങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ തുരങ്കങ്ങൾക്ക് വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ടെന്ന് ഞാൻ ഇപ്പാണ് കേട്ടോ അറിയുന്നത്. അതായത് മേലെയുള്ള തുരങ്കങ്ങൾ ദൂരെയുള്ള കാഴ്ച കാണാനും താഴെയുള്ള തുരങ്കങ്ങൾ അടുത്തുള്ള കാഴ്ചകൾ കാണാനും ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ കാണിച്ചു തരാന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇതാ യെസ്, നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന സ്ഥലമാണ്. പക്ഷെ നമ്മള് പറഞ്ഞ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ ഇതൊരു സിനിമ ഷൂട്ട് നടത്തിയ സ്ഥലം. ഇത് വർക്കിംഗ് പ്രോഗ്രസ് ആയതുകൊണ്ട് നമുക്ക് അതിന്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റില്ല. സോറി ഗായ്സ് അല്ലേ? ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ചാടിക്കടന്ന് പോകാനുള്ള ഇതേ ഇല്ലെന്ന് തോന്നും. പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കേട്ടോ, പ്രത്യേകിച്ച് മഴക്കാലത്ത്. എന്തായാലും അവർ ബോർഡ് വെച്ചിരിക്കുന്നത് അവിടെ എന്തെങ്കിലും കുഴപ്പമില്ലതുകൊണ്ടായിരിക്കുമല്ലേ. പ്രത്യേകിച്ച് ഈ മഴക്കാലത്തെല്ലാം മണ്ണെല്ലാം ഇളകിയിട്ടുണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള ബോർഡൊന്നും മറികടന്ന് പോകാൻ ആരും നോക്കരുത് കേട്ടോ. ഈ കാണുന്നത് കടലിലേക്ക് പോകാനുള്ള ഒരു തുരങ്കമാണ്. പക്ഷെ ഇപ്പം അത് പൂട്ടിയിട്ടിട്ടുള്ളത്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. അവിടെ നിങ്ങൾക്ക് കടലിൻ്റെ വ്യൂ ഒക്കെ കാണുന്നുണ്ട്. അവിടെയാണ് നമുക്ക് പോകാൻ പറ്റാവുന്നത്. അവിടെ നിന്നാണ് വീഡിയോ.
കണ്ടാൽ കുളിച്ചിറങ്ങി വരുന്ന പോലെ. സത്യത്തിൽ നമ്മൾ കുളിക്കാത്തത് കൊണ്ട് മഴ പെയ്യും. പക്ഷെ നല്ല രസമുണ്ട് കേട്ടാ മഴ കൊണ്ടുകൊണ്ട്. നമ്മ എപ്പോഴും വെയിലിന് വരുമ്പോ നമ്മ എവിടെങ്കിലും തണലുണ്ടോ നോക്കിട്ടാ പോലെ. പക്ഷെ ഇപ്പൊ ആ മഴയുടെ ചായ കുടിക്കാനൊന്നുമില്ല. വാങ്ങി പിള്ളേരെല്ലാം കൊണ്ടുവന്നിട്ട് അങ്ങനെ ഒടിച്ച് കളിച്ചോട്ടാ. എനിക്ക് വേണ്ട, എനിക്കാണ് ഫസ്റ്റ് ചാൻസ്. ചെടിപ്രാന്തായിരിക്കും. നമ്മൾ കയറുമ്പോൾ തന്നെ മയിലിനെ കണ്ടിട്ടാണ് കയറിയത്. അപ്പൊ ആ ഒറ്റൊന്നിനെ ഫോട്ടോ എടുക്കാൻ നമ്മൾ കുറെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് പോസ്റ്റ് ചെയ്തില്ല. പക്ഷെ ഉള്ളിൽ കൂടി നടക്കുമ്പോൾ നമുക്ക് ആ സങ്കടം തീർന്നത്, കാരണം നമ്മൾ കുറെ മയിലിനെ നടക്കുന്നതിന്റെ അടുത്തെല്ലാം കണ്ടു. മഴ നനയണമെന്ന് പറഞ്ഞു, മഴ കൊള്ളിച്ചിട്ടുണ്ട്. ലാസ്റ്റ് പനി വന്നാൽ എൻ്റെ അടുത്ത് വരരുത്, നമ്മൾ വൈബിന് വേണ്ടി വന്നതാണ്. ഓക്കെ, ഇനിയൊന്നും ബാക്കിയില്ലെന്നാണ്. പ്രകൃതിയും ചരിത്രവും ഒരുമിച്ച് ആസ്വദിക്കുക എന്ന് പറയുന്നത് അത്ര സിമ്പിളായിട്ട് കിട്ടുന്ന കാര്യമല്ല. പക്ഷേ ബേക്കൽ കോട്ടയിൽ വന്നാൽ ഇത് രണ്ടും നിങ്ങൾക്ക് സാധിക്കും. സോ ബേക്കൽ ഫോർട്ട് വിസിറ്റ് ചെയ്യാത്തവർ ഉറപ്പായും വന്ന് വിസിറ്റ് ചെയ്യുക. വിസിറ്റ് ചെയ്തവർ വീണ്ടും വിസിറ്റ് ചെയ്യുക. പ്രത്യേകിച്ച് മഴക്കാലത്ത് അത് വേറെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഈ കാണുന്ന സ്ഥലം എന്തിനാണെന്ന് ആർക്കെങ്കിലും അറിയാമോ? കാർട്ടൂൺ കണ്ടവർക്ക് പെട്ടെന്ന് ക്ലിക്കാവാൻ ചാൻസ് ഉണ്ട്. സോ അറിയുന്നവർ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. മഴയൊക്കെ കൊണ്ട് തണുത്ത നമ്മൾ നല്ല ചൂട് ചായ കുടിച്ചിട്ടാണ് വീട്ടിലേക്ക് പോയിന്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ഫ്രം എൻജോയ് വ്ളോഗ്സ്.